പന്തളം നഗരസഭയിൽ ബി.ജെ.പി. ഭരണസമിതിക്കെതിരെ അവിശ്വാസ നോട്ടീസ് നൽകി എൽ.ഡി.എഫ്. അവിശ്വാസ പ്രമേയത്തിൽ ഒപ്പിട്ട് ബി.ജെ.പി. അംഗവും. നിലപാട് വ്യക്തമാക്കാതെ കോൺഗ്രസ്. എൽ.ഡി.എഫിലെ 9 കൗൺസിലർമാരും സ്വതന്ത്രൻ അഡ്വക്കേറ്റ് രാധാകൃഷ്ണൻ ഉണ്ണിത്താനും ബി.ജെ.പിയിലെ കെ.വി. പ്രഭയുമാണ് നോട്ടീസിൽ ഒപ്പിട്ടിരിക്കുന്നത്. സുജു ടി ബാബു ചേരുന്ന വിവരങ്ങളുമായി. സുജു, ബി.ജെ.പി. അംഗം വരെ ഭരണസമിതിക്കെതിരെ അവിശ്വാസം രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്താണ് പന്തളം നഗരസഭയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? സിജു, പ്രധാനപ്പെട്ട രണ്ട് കാര്യമാണ്. ഒന്ന്, പന്തളം നഗരസഭയ്ക്കെതിരെ വലിയ തോതിൽ ജനരോക്ഷം ഉള്ള ഒരു ഘട്ടം കൂടിയാണ്. അതായത് നഗരസഭയിലെ നികുതി പരിഷ്കരണം അശാസ്ത്രീയമായി തുടരുന്നു. അതുപോലെ തന്നെ അവിടെ ഫണ്ടുകൾ ലാപ്സാക്കുന്നു, പ്രത്യേകിച്ച് SC ഫണ്ട് ലാപ്സാക്കിയ വിഷയം. അങ്ങനെ നിരവധി അതായത് ഭരണ സമിതിയുടെ അഴിമതിയും കെടുകാര്യസ്ഥയ്ക്കെതിരെയും CPM നേതൃത്വത്തിൽ വലിയ സമരം നടക്കുന്ന അല്ലെങ്കിൽ ജനകീയ സമരം നടക്കുന്ന ഒരു ഘട്ടം. മറ്റൊന്ന്, BJP-ക്കുള്ളിലും വലിയ തരത്തിൽ പ്രശ്നങ്ങൾ, ആഭ്യന്തര കലഹം രൂക്ഷമാവുന്ന ഒരു ഘട്ടം കൂടിയാണ്. ഇത്തരം ഒരു ഘട്ടത്തിലാണ് LDF-ന്റെ നേതൃത്വത്തിൽ പന്തളം നഗരസഭയിൽ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നത്. ഇതിൽ BJP-ക്ക് നിലവിൽ 18 അംഗങ്ങളാണുള്ളത്. അതിൽ കെ.വി. പ്രഭ ഇപ്പോൾ തന്നെ നഗരസഭാ ഭരണത്തിനെതിരാകുകയും ചെയ്തു. LDF-ന് 9-ഉം ഒരു സ്വതന്ത്രനും. ആ സ്വതന്ത്രനും LDF-ന്റെ അവിശ്വാസ പ്രമേയത്തെ പിന്തുണയ്ക്കുകയാണ്. ഇനി അറിയാനുള്ളത് കോൺഗ്രസിന്റെ 5 അംഗങ്ങൾ ഈ അവിശ്വാസ പ്രമേയത്തെ പിന്തുണയ്ക്കുമോ എന്നുള്ള കാര്യമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കറിയാം, സംസ്ഥാനത്ത് UDF RSS ഡീലൊക്കെ ചർച്ച ചെയ്യുന്ന ഘട്ടത്തിലാണ് പന്തളം നഗരസഭയുടെ അവിശ്വാസ പ്രമേയം എത്തുന്നത്. അവിശ്വാസ പ്രമേയത്തിൽ കോൺഗ്രസ് എന്ത് നിലപാട് സ്വീകരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ BJP ഭരണസമിതിയെ താഴെ ഇറക്കാൻ ലഭിക്കുന്ന ആ അവസരത്തെ അത് കോൺഗ്രസ് വിനിയോഗിക്കുവോ, അതല്ല CPM-നോടുള്ള മാർക്സിസ്റ്റ് പാർട്ടിയിലുള്ള അന്ധമായ വിരോധത്തിന്റെ അടിസ്ഥാനത്തിൽ BJP ഭരണം തുടരട്ടെ എന്ന നിലപാട് കോൺഗ്രസ് സ്വീകരിക്കുക എന്നുള്ള കാര്യങ്ങളാണ് ഇനി അറിയാനുള്ളത്. സിജു, ശരി. സുജു ടി ബാബുവാണ് വിവരങ്ങൾ നൽകിയത്. അഴിമതിയുടെ കൂത്തരങ്ങായ BJP ഭരിക്കുന്ന പന്തളം നഗരസഭയിൽ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകി LDF.